ഹലോ, മാക്കച്ചിക്കര ജനമൈത്രി പോലീസ് സ്റ്റേഷൻ. നമസ്കാരം സാറേ, ഞാൻ കണാറിന 11ാം വാർഡിന്ന്. ആ പറയൂ കണാരാ. സാറേ, ഇവിടെ ഭയങ്കര കോഴിശല്യ സാറേ. കോഴി ശല്യത്തിനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കണ? വില കാലത്തിലേക്കും വിളിക്കണ? അയ്യോ സാറേ, ഇത് ആ കോഴിയല്ല, പൂവാലൻ. ഇവിടെ പൂവാലന്മാരെ ശല്യം കൊണ്ട് പെമ്പിള്ളേർക്കൊന്നും ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല സാറേ. ഞങ്ങളൊരു പരാതി തന്നിരുന്നേ. നിങ്ങൾ തന്ന പരാതി അന്വേഷിച്ചിട്ടുണ്ട്. അതിന് കഴമ്പുണ്ടെന്ന് മനസ്സിലായി. തുടർ നടപടികളൊക്കെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ ഉർവശി. ഈ ചെന്നൈയിലായിരുന്നപ്പോളേ രഞ്ജിത്തനോട് പറഞ്ഞതാ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നായകനാക്കാന്ന്. സിനിമ ഫീൽഡ് എനിക്കിഷ്ടല്ല, അതുകൊണ്ട് ഞാൻ സമ്മതിക്കില്ല. അത് ശരി, നമ്മളെ കൂട്ടാനുള്ള അടിയല്ല. അവളെ ഏതൊരു അമ്പല്ല ഉർവശയിലും നമ്മൾ ചോദിക്കാനുള്ളത് ചോദിക്കും. ഭർത്താവില്ല, മക്കളില്ല, വീടില്ല, കുടുംബമില്ല. പെണ്ണൊരുത്തി വന്ന് ഒറ്റയ്ക്ക് താമസം. രാവിലെ തന്നെ മേക്കപ്പ് ഇട്ട് അണിഞ്ഞൊരുങ്ങി മദാലസ ലുക്കിലൊരു പോക്ക്. നീ കേൾക്കണ്ട ഈ നാട്ടിലെ കഥകൾ വല്ലതും. കാലത്ത് പോയിട്ട് വൈകിട്ട് എപ്പോഴാണ് അവ കയറി വരണേ? ഈ മാക്കാച്ചിക്കരയിൽ ഇത് വെച്ച് പൊറപ്പിക്കാൻ പറ്റുമോ? ചോദിക്കണ്ടേ, നമ്മളാണുങ്ങളല്ലേ, മീശ വെച്ച് എന്തിനാടാ നടക്കണേ? അത് ശരിയാ, നമുക്ക് പോയി ചോദിക്കാം. നാട്ടില് ചോദിക്കാനും പറയുന്ന ആണുങ്ങളില്ലാന്ന വിചാരം. ഞാൻ ചോദിക്കൊന്നുമില്ലേ, നിങ്ങൾ വേണം ചോദിച്ചോ. അല്ലെങ്കിലും നീ വരില്ല എന്നുള്ളത് എനിക്കറിയാം. നിനക്കൊക്കെ കാര്യത്തോടെടുക്കുമ്പോൾ മുട്ടടിക്കും. ഞാൻ പോയി ചോദിക്കും, എനിക്കൊരു പേടിയില്ല. ഞാൻ പോയി ചോദിച്ചിട്ട് വരും. ഇങ്ങോട്ട് വന്നേ. നീ അവിടെ പോയിട്ട് എന്തിട്ട് ചോദിക്കണ്? ഞാൻ എന്നിട്ട് ചോദിക്കുക. അതിപ്പോ ഞങ്ങളോടാണ് ചോദിക്കുന്നത്. അത് ശരി, ഇതിപ്പോ ഞങ്ങളോടാണോ ചോദിക്കണേ? നീ ആളുള്ളാലോ. പെങ്ങളെ തരുമോ? അങ്ങനെ ചോദിച്ചാലോ? അപ്പൊ നീ കളി ചോദിക്കാതെ പോണ്? അല്ലടാ, സദാചാരങ്ങളെ കളിച്ച് നാട്ടുകാരെ മുഴുവൻ നന്നാക്കാൻ എനിക്ക് പ്രാന്താണല്ലോ. അവരൊക്കെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടാ, നമ്മളെന്തിനാ? എന്തായാലും കളി ചോദിക്കാൻ പോണ പെണ്ണിനെ പെങ്ങളേന്ന് വിളിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ ചേച്ചിന്ന് വിളിക്കാം. ചേച്ചിയാ? അതിന് നിന്റെ പകുതി വയസ്സുണ്ടാവുള്ളൂ. ഒരു ബഹുമാനം, റെസ്പെക്ട്. പിന്നെ ബഹുമാനം റെസ്പെക്ട് കൊടുത്ത് നാട്ടിലുള്ള പെണ്ണുങ്ങളെ മുഴുവൻ നീ ചേച്ചിന്നാണല്ലോ വിളിക്കണത്. നീ പോടാ, ഞങ്ങൾ പോയി ചോദിക്കും. നീ വാടാ. ഞാനൊന്നില്ല, നീ തന്നെ പോയാ മതി. ഓ കൊല്ലം കുത്തി. നീ മിണ്ടണ്ട, എനിക്കറിയാം. ഹലോ, എന്താ മോനെ? ഓനാ ആരമൻ? ഒന്നുമില്ല, ആള് മാറിയതാ. പോട്ടെ. അവൻ പോയിട്ടേ എന്തുട്ടാണ് ഉണ്ടാക്കിട്ട് വരണേ? അവൻ പോയി എന്തെങ്കിലും ഉണ്ടാക്കട്ടെ, അത് നോക്കൊന്നും വേണ്ട. വാണം വിട്ടോളം പോയിട്ട് ചുമരുമ്പോ പന്തടിച്ചോളം വരുന്നുണ്ടല്ലോ. ഡാ, അത് ശരിയായില്ല. അവളെന്നെ കയറി മോനേന്ന്. അയ്യോ, ചമ്മി നാണം കെട്ട് തോലുരിഞ്ഞു പോയി. മോനെന്നാ നിന്നെ? ഡാ, അവളിവിടെ ഈ നാട്ടിൽ നല്ല ആമ്പിളേരെ കാണാത്ത തന്നെ. നീ ചെന്നിട്ട് നിന്റെ ആ ഉഷാറും ആ ശുഷ്കാന്തിയും അത് കാണിച്ചു കൊടുക്കണ. ചെല്ല് നീ. എന്താണവനെ? നീ ചെല്ലടാ, ചെല്ല്. ചെല്ല്. നാടിന്റെ അഭിമാനം രക്ഷിക്കടാ പോയിട്ട്. ചെല്ലടാ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ, സൂര്യനും ചന്ദ്രനും കൂട്ടായവനെ. ഇന്ന് ഞാൻ ഒരു കലക്ക് കലക്കും. പോയിട്ട് വരാടാ. മുത്തായവനെ, നാടിൻ മകനെ പൊന്മകനെ മുത്തായവനെ. പൊക്കോ പൊക്കോ പൊക്കോ. ഇയാളിവിടെ വന്നേ.
ചേട്ടന് എന്താ വേണ്ടേ? ചോദിച്ചോ. കിട്ടോ? പിന്നെന്താ, എപ്പോഴാ വേണ്ടേ? ഇപ്പൊ കിട്ടോ? അതിനെന്താ, ഇപ്പൊ തരാലോ. ഇപ്പൊ തന്നെയാ? എത്ര റേറ്റ്? ഇതിന് റേറ്റ് ഒന്നുമില്ല, ഫ്രീയാ. ഫ്രീയാ? എന്നാ പോയാലോ? അപ്പൊ സാധനം വേണ്ടേ? സാധനം വേണം. പോവല്ല അപ്പോ? ആദ്യ സാധനം, പിന്നെ പോവാം. കള്ളപ്പന്നി പേ മോനെ, നിന്നെപ്പോലുള്ള ഞരമ്പത് കാരണം പെമ്പിള്ളേർക്ക് ഇവിടെ വഴി നടക്കാൻ പറ്റാണ്ടായി. നിന്നെപ്പോലുള്ള കരികോഴികൾ കൂട്ടാനാണ് ഈ ഓപ്പറേഷൻ ഉർവശി. ഞാൻ മാത്രല്ല സാറേ, അവരോട് നമസ്കാരം. മാക്കാച്ചിക്കര പ്രാദേശിക വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാക്കാച്ചിക്കര 11-ാം വാർഡ് കോക്കാച്ചിമുക്കിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായ പൂവാല ശല്യത്തിന് അറുതിയായി. ASI ഉർവശിയുടെ നേതൃത്വത്തിൽ നടന്ന പോലീസ് നടപടിയിൽ സ്ത്രീകളെ നിരന്തരം ശല്യം ചെയ്തിരുന്ന പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.